എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചോറിനൊപ്പം ഒഴിച്ചുണ്ണാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, മറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല. തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ കറി തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുവരപ്പരിപ്പാണ് ആവശ്യം. സാമ്പാർ പരിപ്പ് അതാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അളവിലാണ് നമുക്ക് ആവശ്യം. കഴുകി വൃത്തിയാക്കി ഈ പരിപ്പ് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പിനോടൊപ്പം ഞാൻ ഈ കറിക്കായും കൂടെ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഈ കായ്ക്ക് പകരം നിങ്ങൾക്ക് നേന്ത്രക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കായയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് വെള്ളത്തിലോട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. കറയുള്ളത് കൊണ്ട് ആ കറയൊക്കെ ഒന്ന് പോയിട്ട് വേണം നമുക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കാൻ. പരിപ്പ് കഴുകിയ ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 വാഴക്ക എടുത്തിട്ടുണ്ടായിരുന്നു. വാഴക്കയും നല്ലതുപോലെ കഴുകിയതിൻ്റെ കറയൊക്കെ കളഞ്ഞ ശേഷം അതും കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എരിവുള്ള 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇവയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കായയുടെ കഷ്ണങ്ങളൊക്കെ നികരെ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കൽ. അങ്ങനെയാകുമ്പോൾ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് കുക്കറിൻ്റെ പുറത്തോട്ടൊന്നും ചീറ്റ് വീഴുകയില്ല. ഇനി ഈ കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മുറി തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർക്കുന്നുണ്ട്. നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആദ്യം. പിന്നീട് ഞാൻ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഈ ഒരു കൂട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് കൂടെ ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുക. ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് പിന്നീട് ചേർത്ത് കൊടുക്കാത്തത് പച്ചമുളക്. പരിപ്പും കായും കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഉടച്ച ആ ഒരു കൂട്ടാണ് ഞാൻ ഈ മൺചട്ടിയിലോട്ട് മാറ്റിയേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. അരപ്പിലോട്ട് ചെറുതായിട്ട് ആവിയൊക്കെ ഒന്ന് കയറി വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പായതുകൊണ്ട് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് അവയൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പരിപ്പും വാഴയ്ക്കായും കൂടെ ചേർന്നിട്ടുള്ള കറിയാണ്. എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പെട്ടെന്ന് നമുക്കൊരു കറി തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ആവി പറക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലോട്ടൊന്ന് താളിപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാകും. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി ചുമന്നുള്ളിയും ഒരു 2 കറി ലീഫും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ചെറുതായിട്ട് നിറമൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ചിരകിയത് കൂടെ നമ്മൾ മൂപ്പിച്ചതിനകത്തോട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. വെറും 10 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കിയെടുക്കാൻ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. തേങ്ങ മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കറിക്കൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ മൂപ്പിച്ച കൂട്ടുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും വാഴയ്ക്കായും ചേർന്നിട്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വറവൂടെ ചേർത്ത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വേണം കറി സെർവ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് വറവിലുള്ള ടേസ്റ്റും കൂടെ കറിയിലോട്ട് ഇറങ്ങി കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ മൺചട്ടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ആയിരിക്കും. ഇന്നത്തെ ഈ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. കറി ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിലൊരു സപ്പോർട്ടും കൂടെ തരാനായിട്ട് മറന്നു പോകരുത്.
നല്ല കുത്തരി ചോറിനോടൊപ്പം പരിപ്പും വാഴയ്ക്കായും ചേർന്നിട്ടുള്ള ഈ ഒരു കറിയും കൂടെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലേശം ഗീയും കൂടെ ചേർക്കാമെങ്കിൽ അസാധ്യ ടേസ്റ്റ് തന്നെയായിരിക്കും. 2 കറികളുടെ ആവശ്യം ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേണ്ട. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.